മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. ആമേൻ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ച്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിച്ചിട്ട് യേശുവിനോട് പറയുന്നൊരു വാർത്ത ഇങ്ങനെയാണ്: കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവിൻ്റെ മനസ്സ് അന്വേഷിക്കുന്നവരാ. കർത്താവേ, അങ്ങേക്ക് ഹിതമാകുന്നെങ്കിൽ എന്നെ വിടുവിപ്പാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ അങ്ങനെ പറയുന്ന ദൈവത്തിന്റെ ഹിതം എന്താ? നമ്മൾ രോഗിയായിരിക്കണമെന്നാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതം എന്താ? നമ്മൾ പ്രശ്നത്തിനകത്തായിരിക്കണമെന്നാണോ? അല്ല. ഹല്ലേലൂയ. നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും അനുഗ്രഹത്തോടെയും ആയിരിക്കണമെന്നാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പലവിധമായ വിഷയങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ സ്വർഗത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്നറിയാമോ? ആമേൻ എല്ലാ മേഖലകൾക്കകത്തും സന്തോഷവാന്മാരായിരിക്കണമെന്നാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഒരു കുഷ്ഠരോഗി, നമ്മൾ ആ ഭാഗം വായിച്ചത് അങ്ങനെ, ഒരു കുഷ്ഠരോഗി വന്നിട്ട് യേശുവിനോട് പറയുകയാണ്: കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഈ കുഷ്ഠരോഗിയുടെ അവസ്ഥ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സമൂഹത്തിൽ വെറുക്കപ്പെട്ടവൻ, ആരുടെയും അന്നത്തെ കാലത്ത് കുഷ്ഠരോഗത്തിന് മരുന്നില്ല, ഇന്നുണ്ട്. ഹല്ലേലൂയ. ആരാലും അടുപ്പിക്കാതെ എല്ലാവരും മാറ്റി നിർത്തും. കാരണം ഇവൻ അടുത്തു വന്നാൽ രോഗം പടരും. നിങ്ങൾ ചോദിക്കും ഏതുപോലെ സിസ്റ്റർ എന്ന് ചോദിച്ചാൽ, ആദ്യം കൊറോണ വന്ന സമയത്ത് നിങ്ങൾ കൊറോണ വന്നവരുടെ അടുത്തും പോകത്തില്ല. നിങ്ങൾക്കറിയാം, ഏതെങ്കിലും വീട്ടിനകത്തോട്ട് പുറത്തു നിന്ന് ഒരാൾ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം അടിയുണ്ടാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അത്രത്തോളം പ്രശ്നമായിരുന്ന ഒരു സമയം ഈ കൊറോണ വന്നതിൻ്റെ ആദ്യ ഘട്ടങ്ങളിലുണ്ട്. അതുപോലെ അന്നത്തെ കാലത്ത് കുഷ്ഠരോഗം അടുപ്പിക്കത്തില്ല. കാരണം ഇത് പടരുന്ന രോഗമാണ്, പകരുന്ന രോഗമാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള മനുഷ്യന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒറ്റപ്പെട്ട് മറ്റുള്ളവരാൽ ബന്ധുക്കളാലൊക്കെ തള്ളപ്പെട്ട വ്യക്തിയായി നിരാശപ്പെട്ട് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ജീവിക്കാൻ ഇനി ആഗ്രഹം മൊത്തം തീർന്നിട്ടുണ്ടാവും. ജീവിക്കാനുള്ള ആഗ്രഹം മൊത്തം തീർന്നിട്ടുണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അതിൻ്റെ നടുവിലും ഹല്ലേലൂയ ഒരു പ്രതീക്ഷയുടെ വാക്ക്: യേശുവിൻ്റെ അടുക്കലേക്ക് പോയാൽ വിടുതലിന് ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. സാധ്യതയുണ്ട്, ഒരവസരമുണ്ട്. കാരണം യേശു വിടുവിപ്പാൻ ശക്തനാണ്. ഇന്ന് വൈകി ഞാൻ ഒരു കാര്യം പറയാം. പലരാലും മാറ്റി നിർത്തപ്പെടുമ്പോൾ ചേർത്ത് പിടിക്കണമെന്നും കൂടെ സന്തോഷത്തോടെ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നവർ മാറി നിന്ന് കുറ്റം പറയുമ്പോൾ, ഹല്ലേലൂയ, പലരും തന്നെ തള്ളി മാറ്റി നിർത്തുമ്പോൾ കർത്താവിന്റെ ആഗ്രഹം നമ്മളെ കുറിച്ച് തള്ളിക്കളയുന്ന നിലവാരത്തിലല്ല. ഹല്ലേലൂയ. എല്ലാവരും തള്ളി മാറ്റി നിർത്തുമ്പോൾ, എല്ലാവരും ഒറ്റയ്ക്കാക്കി ഒതുക്കി നിർത്തുമ്പോൾ, ഇന്ന് വൈകിയ വേള ഞാൻ ഒരു കാര്യം പറയാം. സ്വർഗത്തിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹം എല്ലാവരാലും ഒറ്റപ്പെട്ടവരായി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങിപ്പോകണമെന്നല്ല. അതിന്റെ നടുവിൽ നിന്നും നമ്മളെ പുറത്തെടുക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ കണ്ട് നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഒരുപക്ഷെ ഒറ്റയ്ക്കും നിങ്ങൾ പേറുന്ന ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകാം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതെ കൊണ്ട് നടക്കുന്ന ചില ഭാരങ്ങൾ, ചില വേദനകൾ, ചില സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടാകാം. ആരോടും ഷെയർ ചെയ്തിട്ട് കാര്യമില്ല, വിടുതൽ ഉണ്ടാകത്തില്ല, സന്തോഷം വരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൊണ്ട് നടക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രികാലം ഞാൻ പറയാം, ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിലേക്ക് നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് തിരിച്ചു പറയും: എനിക്ക് മനസ്സുണ്ട് നിന്റെ അവസ്ഥയ്ക്കകത്തുനിന്ന് നിന്നെ പുറത്തെടുക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിന് മനസ്സുള്ളത് കൊണ്ടാ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ക്രൂശിന്മേൽ ഒഴുക്കി തന്നത്. ഹല്ലേലൂയ. കർത്താവിന് മനസ്സുള്ളത് കൊണ്ടാ തകർന്നു പോകാതെ, ഹല്ലേലൂയ, നമ്മൾ പുറത്തു വരേണ്ടതിന് വേണ്ടിയാ എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിന്മേൽ കർത്താവ് തകർക്കപ്പെട്ടത്. കർത്താവിന് മനസ്സുള്ളത് കൊണ്ടാ സാമ്പത്തിക വിഷയത്തിനകത്ത് നിങ്ങൾ തോറ്റുപോകാതിരിക്കാൻ അവനൊരു ദരിദ്രനെ പോലെ ഈ ലോകത്തിലേക്ക് അവതരിച്ചത്. കർത്താവിന് മനസ്സുള്ളത് കൊണ്ട്, നമ്മളെ ഉയർത്തുവാൻ മനസ്സുള്ളത് കൊണ്ട് സ്വർഗോന്നതികൾ തനിക്കുണ്ടായിരുന്ന ദൈവിക മഹത്വത്തെ മാറ്റിവെച്ചിട്ട് ഹല്ലേലൂയ സിംഹാസനത്തെ മാറ്റിവെച്ച് ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യനെ പോലെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നത്. ആ കർത്താവിനോടാ ഈ മനുഷ്യൻ ചെന്ന് നിന്നിട്ട് ചോദിക്കുന്നേ: അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം, ഇന്ന് വൈകിയ വേളയിൽ കർത്താവിന് മനസ്സാ നമ്മളെ തൊടാൻ. കർത്താവിന് മനസ്സാ നമ്മുടെ വിഷയത്തിന് പരിഹാരം തരാൻ.
ആരൊക്കെ മാറ്റി നിർത്തിയാലും, ആരൊക്കെ മാറി നിന്ന് വിരോധമായി കുറ്റം പറഞ്ഞാലും, ആരൊക്കെ ഹല്ലേലൂയ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഹൃദയത്തിനകത്ത് കയ്പ് നിരൂപിച്ചാലും, ആരൊക്കെ ഒറ്റയ്ക്കാക്കി നിങ്ങളെ ഒതുക്കി കളഞ്ഞാലും, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ചലിക്കാൻ തുടങ്ങിയാൽ, കർത്താവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി ദൈവം അയച്ചിട്ടുള്ളത് കൊണ്ട് ആ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയാൽ ഒതുക്കി പോകുന്ന അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു പോകാവുന്ന സാഹചര്യങ്ങൾ കയറുന്ന സ്വർഗം നമ്മളെ പുറത്തെടുക്കും. ഇന്ന് രാത്രി വൈകിയ വേള കർത്താവ് പറയുക, എനിക്ക് മനസ്സുണ്ട്. ഈ ഹാളിനകത്ത് പലവിധ വിഷയത്തോടെ പലവിധമായ പ്രയാസങ്ങളോടെ നിങ്ങൾ ഇന്ന് വൈകിയ വേള കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവിന് പറയാൻ ഒരൊറ്റ കാര്യം, എനിക്ക് മനസ്സുണ്ട്. നിന്റെ വിഷയത്തിനകത്ത് നിന്നെ ഒന്ന് കരം പിടിക്കാൻ, നിന്റെ പ്രയാസത്തിനകത്ത് നിന്നെ ഒന്ന് കരം പിടിക്കാൻ, രോഗത്തിനകത്ത് നിനക്കൊരാശ്വാസമായി വരാൻ, നിന്റെ ബാധ്യതയ്ക്കകത്ത് നിനക്കൊരു വിടുതലായി വരാൻ, ഒറ്റപ്പെടലിന്റെ അവസ്ഥയിൽ നല്ലൊരു സഖിയായി വരാൻ. ഹല്ലേലൂയ. കർത്താവ് പറയും, എനിക്ക് മനസ്സാ. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം വലിയത് ചെയ്യും. നിരാശകളെ മാറ്റുന്ന, ഭാരങ്ങളെ മാറ്റുന്ന, ആരും പ്രവർത്തിപ്പാനില്ല, ആരും സഹായിപ്പാനില്ല, കുടുംബക്കാർക്ക് പോലും വേണ്ട, കൂടെ നിൽക്കേണ്ടിയവർക്ക് ഹല്ലേലൂയ മാറ്റി നിർത്തുന്നു എന്ന് ചിന്തിക്കുന്ന അതേ സാഹചര്യത്തിൻ്റെ നടുവിൽ കർത്താവ് പറയും, എനിക്ക് മനസ്സാ. യേശു പറയും, എനിക്ക് മനസ്സുണ്ട്, നിശുദ്ധമാകുക. ആമേൻ. ആ മനുഷ്യൻ സൗഖ്യമായി. ഹല്ലേലൂയ. ഇന്ന് വൈകിയ വേളയിൽ നിങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യം തേടിയാണ് ഈ ഹാളിനകത്തായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ അറിയുന്നതിനേക്കാൾ അടുത്തൊരു വ്യക്തി അറിയുന്നതിനേക്കാൾ, നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ള നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വിഷയങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി അറിയുന്നതിനേക്കാൾ അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കർത്താവിനോട് പറയാമോ, കർത്താവേ എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി. ഒരു നിമിഷം കണ്ണുകളെ മൂടി കർത്താവിനോട് പറഞ്ഞേ, റബാലാശ, ഞാൻ വന്നത് ഒരു മനുഷ്യൻ്റെ മുഖം നോക്കിയിട്ടല്ല, കർത്താവിൻ്റെ സാന്നിധ്യം തേടിയ എനിക്ക് അങ്ങയുടെ ഭാഗത്ത് നിന്ന്, അങ്ങയുടെ പക്കൽ നിന്ന്, അങ്ങയിൽ നിന്ന് ലോകം മുഴുവനും മുഖം തിരിച്ചു കളഞ്ഞാലും ചേർത്ത് നിർത്തേണ്ടവർ, പ്രൊട്ടക്ട് ചെയ്യേണ്ടവർ, സഹായിക്കേണ്ടവർ തള്ളിക്കളഞ്ഞേച്ച് മാറി നിന്ന് കുറ്റം പറഞ്ഞാലും എന്നെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് വൈകിയ വേളയിൽ എനിക്ക് വേണ്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പപ്പാ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഏൽപ്പിക്കുക. ഇന്ന് ഈ മീറ്റിംഗ് വിട്ട്, ഹോള് വിട്ട് പുറത്തിറങ്ങുമ്പോ ഒരു പുതിയ ശക്തിയോടെ, ഒരു പുതിയ അനുഭവത്തോടെ പോകുവാൻ, ഒരു പുതിയ വിടുതലോടെ പോകുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ഇന്ന് വൈകിയ വേളയിലോട് ഇടപെട്ടണമെന്ന് പറഞ്ഞേ. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഈ ഹാളിനകത്ത് ചലിക്കട്ടെ. അങ്ങയ്ക്ക് മനസ്സാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്ന് വൈകിയ വേള ഏത് വിഷയത്തോടെ അങ്ങയുടെ ജനം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു, ആ വിഷയം അതിന്റെ പരിഹാരം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുവാൻ, അവരെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ, അവർക്ക് തുണയായി നിൽപ്പാൻ, അവരെ ശക്തീകരിപ്പാൻ, അവരെ സൗഖ്യമാക്കുവാൻ, അവരെ വിടുവയ്ക്കുവാൻ തക്കവണ്ണം അങ്ങ് മനസ്സുള്ളവന്ന്, അങ്ങയ്ക്ക് മനസ്സുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പപ്പാ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സാന്നിധ്യം അങ്ങയുടെ ജനത്തിന് വേണ്ടി ഒരു പുതിയ മണ്ഡലം ഓപ്പൺ ആക്കട്ടെ. കർത്താവേ, അങ്ങയുടെ വിഷയങ്ങൾക്കകത്ത് പരിഹാരം വരട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ, കുടുംബങ്ങൾക്കകത്ത് തല ഉയർത്തി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ ആധിപത്യങ്ങളെ അധികാരത്തോടെ ഞങ്ങൾ ശാസിക്കുന്നത് മാറിപ്പോകട്ടെ. സമാധാനം അനുഭവിക്കാൻ വിടത്തില്ലെന്ന്, സന്തോഷിപ്പാൻ വിടത്തില്ലെന്ന്, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവിയിലേക്ക്, അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് മുന്നേറുവാൻ അനുവദിക്കത്തില്ലെന്ന് വാദിക്കുന്ന സകലത്തെയും കുടഞ്ഞു കളഞ്ഞിട്ട് അഭിഷേകത്തിന്റെ ശക്തിയോടെ എഴുന്നേൽപ്പാൻ സ്വർഗം അങ്ങയുടെ ജനത്തെ ഒരുക്കിയാട്ടെ, അങ്ങയുടെ അഭിഷേകത്തിനെ ശക്തീകരിച്ചാട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. കർത്താവിന്റെ മനസ്സ് നമുക്ക് വേണ്ടി ഇന്ന് വൈകിയ വേള ചിലത് ചെയ്തു തരാൻ, നാളത്തേക്ക് വേണ്ടിയല്ല, ഇന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പറയാം, ഇന്ന് എൻ്റെ ദിവസമാണ്. ഹൃദയങ്ങളെ ഒരുക്കി കൊടുക്കുക, കർത്താവ് ചിലത് ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ.